അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം സഹീഹുൽ ബുഖാരിയിൽ ഏറ്റവും അവസാനത്തെ ഹദീസായിട്ടാണത് വന്നത്. സഹീഹുൽ ബുഖാരി എന്ന കിതാബ് എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് സഹീഹായ ഹദീസുകളുള്ള ആ ഗ്രന്ഥം തുടങ്ങുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി എന്ന ഹദീസ് കൊണ്ടാണെങ്കിൽ ആ ഗ്രന്ഥത്തിലെ ഹദീസുകൾ സമാപിക്കുന്നത് കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. രണ്ട് വാക്യങ്ങളിലത് റഹ്മാനായ അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. നാവുകൊണ്ട് മനുഷ്യർക്ക് പറയാൻ വളരെ സിമ്പിളാണ്, ലളിതമാണ്. സഖീലത്താനി ഫിൽ മീസാനി, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ അതിന് വലിയ വെയിറ്റാണുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ആ ദിക്ർ, ആ രണ്ട് വാക്യങ്ങൾ വല്ലാതെ ഘനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമാണ്, ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അമലുകൾ തന്നെ തൂക്കുന്നു, അമലുകൾ തന്നെ തൂക്കുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുള്ളത്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നേരത്തെ പറഞ്ഞ ഹദീസ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ അതാ അവന്റെ നാവുകൊണ്ട് പറയാൻ വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. മീസാനിൽ വലിയ വെയിറ്റുള്ള കാര്യങ്ങളാണ്, റഹ്മാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. പ്രിയ സഹോദരന്മാരെ, നമുക്ക് എത്ര സമയവും പറഞ്ഞൂടെ? പ്രഭാത പ്രദോഷങ്ങളിൽ എണ്ണവും കണക്കൊന്നുമില്ലാതെ ഇത് പറയൽ നമുക്ക് സുന്നത്തുണ്ട്. ഏത് സമയത്തും പറയാ, എപ്പോഴും പറയാ. വെറുതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മുടെ സമയങ്ങളിലുമൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അല്ലാഹുവിനെ സ്തുതിക്കുക, അവനെ വാഴ്ത്തുക. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, അവനെ വാഴ്ത്തുക. ഇങ്ങനെ റബ്ബിന്റെ അളമത്ത് അവനെ തഅ്ലീം ചെയ്യുന്നു, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നു. സ്തുതിക്കവനാണ് അർഹനെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. റബ്ബിനെ കുറിച്ച് ലോകത്ത് ഒരുപാട് ആളുകൾ പലതും പല കളവുകളും പറയുന്നുണ്ട്. അതിലേറ്റവും അല്ലാഹുവിന് വെറുപ്പുള്ളതാണ് അല്ലാഹുക്ക് സന്താനമുണ്ടെന്ന വാദം. അല്ലാഹുവിന് മക്കളുണ്ട്, അല്ലാഹുവിന് ഇണയുണ്ട്, അല്ലാഹുവിന് തുണയുണ്ട്, അതുപോലെ തന്നെ അവന് സഹായികളുണ്ട്. അതുപോലെ തന്നെ അവനെ സംബന്ധിച്ച് അവൻ വളരെ നിരക്കാത്ത, അവന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത പലതും ലോകത്ത് പലരും അല്ലാഹുവിനെ പറ്റി ദൈവവിശ്വാസം എന്ന പേരിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എന്റെ റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെ ചൊല്ലണം നമ്മളൊക്കെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരണം, അള്ളാനെ പറ്റി ലോകത്തുള്ള പല കക്ഷികളും പലതും അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ് ഉസബ്ബിഹുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അവനെ പരിശുദ്ധപ്പെടുത്തുന്നു. സർവന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. ഇതാണ് സുബ്ഹാനല്ലാഹ്. എന്റെ കൂടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം എല്ലാ ദിവസവും നമുക്ക് 100 തവണ ചൊല്ലൽ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എണ്ണവും കണക്കൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എത്ര പറയുന്നു അത്രയും നമ്മുടെ തുലാസിൽ ഇങ്ങനെ കനം വരികയാണ്. അതേവസരത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം എല്ലാ ദിവസവും 100 തവണ പറയാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പകലും 100, രാത്രി 100, അങ്ങനെ 200 തവണ പറയാം. അതിലൂടെ മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരക്കും പതയ്ക്കും സമാനമായ ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഇതിന് പരിഹാരമാണെന്ന്, ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊക്കെ ശീലമാക്കണം സഹോദരങ്ങളെ. ദിക്റുകളുടെ ലോകത്തു നിന്ന് ഒളിച്ചോടുന്ന ഒരു ആധുനിക തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം ആളുകളൊക്കെ ഇല്ലാത്ത ദിക്റ് ഇങ്ങനെ കുറെ ചെല്ലി മാലയും മറിച്ച് തസ്ബീഹ് മാലയും മറിച്ച് നടക്കും. ഒരു ഭാഗം ആളുകൾക്ക് തീരെ ദിക്ർ എന്ന് പറയുന്ന പരിപാടി തന്നെയല്ല. ഇത് രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ വന്നിട്ടുള്ള ദിക്റുകളും ദുആകളുമൊക്കെ കേവലം കേൾക്കാനും പറയാനുമുള്ളതല്ല, നമ്മുടെ നിത്യ ജീവിതത്തെ, നമ്മുടെ നാവുകളെ അത് മുഖേന പച്ചപിടിപ്പിക്കാനുള്ളതാണ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് അടക്കം കൊടുക്കാനുള്ളതാണ്. നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം.
ഒരു അൽഹംദുലില്ലയുടെയൊക്കെ വെയിറ്റ്, ഒരു സുബ്ഹാനല്ലാഹയുടെയൊക്കെ കൂലി നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ മനുഷ്യൻ കൊതിച്ചു പോകും, അല്ലാഹ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. ഹദീസിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ, അത്തൊഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്. ശുദ്ധി ഈമാനിന്റെ പാതിയാണ്. അൽഹംദുലില്ലാ മീസാൻ നിറക്കുക തന്നെ ചെയ്യും. ഒരു ഹംദ് മീസാൻ നിറക്കുമെന്നാണ്. മീസാൻ നിറയാൻ മാത്രം ഹംദ് വലിയ പുണ്യമുള്ളതാണ്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ളത് നിറക്കും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും. അപ്പൊ ദിക്റുകൾക്ക് വലിയ വിലയുണ്ട്, ദിക്റുകൾക്ക് വലിയ വിലയുണ്ട്. ആ ദിക്റുകളുടെയൊക്കെ അടങ്ങുന്ന നിസ്കാരത്തിനപ്പോ എത്ര വെയിറ്റ് ഉണ്ടാകും? എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളാൽ അധിഷ്ഠിതമാണ്. ഏത് ഇബാദത്തുകളിലും ദിക്റുകൾ നിറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ദിക്റുകളുടെ ലോകത്തെ നമ്മൾ അവഗണിക്കരുത്.